നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ യൂട്യൂബർ സന്ദീപ് എടപ്പാളിനെ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അതാണ് ഞാൻ നിങ്ങളോട്ട് ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. ആ വാർത്ത ഒന്ന് കണ്ടിട്ട് പോവാം. എല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്ദീപ് ഇടപ്പാളിനെ അങ്ങനെ തൃക്കോടിത്താനം പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലേക്ക് ആക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് സ്വസ്ഥമായി ഇനി അവിടെ നിന്ന് കഥകളൊക്കെ എഴുതാം. സമൂഹ മാധ്യമത്തിലൂടെ ബിഷപ്പിനെയും നിരന്തരം കുറ്റങ്ങൾ പറഞ്ഞ് കഥ എഴുതിക്കൊണ്ടിരുന്ന അദ്ദേഹം ഇന്ന് കഥ എഴുതാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. പല യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടു. അതിൽ വേറെ കുറച്ച് ആൾക്കാരുടെ പേരിൽ കൂടെ പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവര് പോലീസ് സൈബർ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ അന്വേഷണത്തിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. തുടർന്ന് തീർച്ചയായിട്ടും വേണ്ട മേൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇവിടുത്തെ പോലീസ് മേലധികാരികൾ എന്നോട് അറിയിച്ചിട്ടുണ്ട്. അവർക്കെതിരെ അധികം വൈകാതെ തന്നെ നടപടികൾ ഉണ്ടാകും. അവർ നിരീക്ഷണത്തിലാണ് എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എനിക്കിപ്പോൾ അവരെന്നോട് അറിയിക്കുവാനിടയായത്. അപ്പൊ പ്രിയമുള്ളവരെ, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതും കോണ്ടാക്റ്റിലുള്ളതുമായിട്ടുള്ള ഒരു യൂട്യൂബറാണ് സന്ദീപ് എന്ന് പറയുന്ന വ്യക്തി. സന്ദീപ് എന്റെ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഞാനായിട്ടുള്ള സഹകരണം വെച്ച് പറയുകയാണ്, വളരെ നല്ലൊരു ജെന്യൂൻ പേഴ്സൺ ആണ്. നമ്മളുമായിട്ട് സഹകരണത്തിൽ ഒരുപാട് നല്ലൊരു വ്യക്തിയാണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ വീഡിയോകൾ നിങ്ങൾ ഈ സന്ദീപിന്റെ വീഡിയോ ഓരോന്നും യൂട്യൂബിൽ കയറി കണ്ടു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹം ഈ രേണുസുതിക്ക് എതിരായിട്ട് കുറച്ച് വീഡിയോസുകൾ അത് ഈ സോഷ്യൽ മീഡിയ വന്ന കുറച്ച് ഇഷ്യൂ എടുത്തു വെച്ചിട്ടാണ് അദ്ദേഹം റിയാക്ട് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ രേണുസുതി ആദ്യം ഒരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിലവിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേക്കുന്നത് ഈ ഫാദർ മറ്റേ ബിഷപ്പ് കൊടുത്ത ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അപ്പൊ അതാണ് കേസ് കേട്ട്, അതായത് ഈ ബിഷപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഒരു സീരിയസ് മോഡൽ അദ്ദേഹം പാർട്ട് 1, 2, 3 എന്ന രീതിയിൽ ഇങ്ങനെ വീഡിയോസ് ചാനലിൽ കൂടെ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ട് ബിഷപ്പ് കേസ് കൊടുത്തു. അതിന്റെ പേരിലാണ് ഇപ്പം അറസ്റ്റ് നടന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സീരിയസ് പോലെ സന്ദീപ് ചെയ്ത വീഡിയോസിനെതിരായിട്ട് അഗെയിൻസ്റ്റ് ആയിട്ട് ഫാദർ കൊടുത്ത കേസ് കാരണത്താലാണ് ഇപ്പൊ സന്ദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ രേണുസുതി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ആ കോണ്ടന്റ് ചെയ്യുന്നതിൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ള പലരും കാണും. അത് ഇഷ്ടപ്പെടുന്നവർ കാണും, ഇഷ്ടപ്പെടാത്തവർ കാണും. പേഴ്സണലി നമ്മൾ ആ ഒരു മാറ്റർ രേണുസുതി വെച്ചുകൊണ്ട് ഒരു കണ്ടന്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് ഇപ്പൊ നമ്മൾ അവരുടെ കണ്ടന്റ് ആക്കിയിട്ട് തന്നെ കുറച്ച് നാളായി. അപ്പം എന്തായിരുന്നാലും രേണുസുതി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ കൊണ്ടാണ് കേസ് കൊടുക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ രേണുസുതിയെ പച്ചയ്ക്ക് തിന്നുന്ന, ഞാൻ അവരെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, പിന്നെ പച്ചയ്ക്ക് തിന്നുന്ന യൂട്യൂബറായ ഷെഫീന ബീബിയെ പോലെയുള്ള യൂട്യൂബർമാർക്ക് എതിരെ ആയിരിക്കണം ആദ്യം കേസ് കൊടുക്കേണ്ടത്. കാര്യം അവരാണ് ഇല്ലാത്ത അലിഗേഷൻസ് കൊണ്ടുവന്നിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ നോക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സന്ദീപ് എന്നൊക്കെ പറയുന്ന യൂട്യൂബർ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പറയുന്നത്. അഥവാ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ തന്നെ അത് വ്യക്തിപരമായ ആരെയും ആക്ഷേപിക്കാനല്ല, അത് അദ്ദേഹത്തിന്റെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഈ കെട്ടിച്ചമച്ച കഥ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് പല വീഡിയോസ് രേണുസുതി റിലേറ്റഡ് അത് ചെയ്യുന്നത് ഷെഫീന ബീബിയെ പോലുള്ളവർ ചെയ്യുന്ന വീഡിയോസ് ആണ്. അപ്പം രേണുസുതിക്ക് വേണ്ടിയാണ് അറസ്റ്റ് ചെയ്തതെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് അവരെ പോലുള്ളവരെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫാദറിന്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അപ്പൊ ഈ ബിഷപ്പിനെതിരെയും ഈ പറയുന്ന വ്യക്തികളെല്ലാം തൽപരകക്ഷികളെല്ലാം കേസ് ചെയ്തിട്ടുണ്ട്, അല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് സന്ദീപിനെ മാത്രം തെരഞ്ഞു പിടിച്ച് എടുത്തത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ അപ്ഡേഷനുമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.